നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. ശശി തരൂരിനെ കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. തരൂർ അടഞ്ഞ അധ്യായമെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ പരസ്യ പ്രസ്താവന. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാനാണ്? ഗതികെട്ടാൽ ആരും ചെയ്യുന്നതേ കോൺഗ്രസും ചെയ്തുള്ളൂ. ആദ്യം പിണറായി വിജയന്റെ വികസന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ശശി തരൂർ രംഗത്ത് വന്നത്. എന്നാൽ ശശി തരൂരിനെ തൊട്ടാൽ പണി പാളുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. ശശി തരൂരിനെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ BJPയും ഇടതുപക്ഷവും ഒരേപോലെ രംഗത്തുണ്ട്. ആ ഭയം കോൺഗ്രസിന് ഉള്ളതുകൊണ്ടും ശശി തരൂർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇടത്തേക്ക് വേണമെങ്കിലും കാവി പുതച്ച് BJPയിലേക്ക് വേണമെങ്കിലും പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നതുകൊണ്ടും കോൺഗ്രസ് പാർട്ടിക്ക് കമാന്നൊരക്ഷരം മിണ്ടാൻ കഴിയില്ല. പാർട്ടി കടക്കുപുറത്തെന്ന് പറഞ്ഞാൽ ആ നിമിഷം താൻ നെഞ്ചും വിരിച്ച് പുറത്തേക്ക് പോകുമെന്നും ഒരു കോൺഗ്രസിനെയും കണ്ടിട്ടല്ല തരൂർ ജനിച്ചതെന്നും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ നെഞ്ചൊന്ന് ആളി. എന്നെ തല്ലേണ്ട അമ്മാവ, ഞാൻ നന്നാവൂല എന്ന് ഉറപ്പിച്ചാണ് തരൂർ രണ്ടും കൽപ്പിച്ച് നിന്നത്. രാഹുലിനാണെങ്കിൽ തരൂരിനോടൊന്ന് കടുപ്പിച്ചു മിണ്ടിയാൽ തരൂരിനെ പോലെ കോൺഗ്രസിൽ അല്പസ്വല്പം വകതിരിവുള്ള ഒരാൾ പാർട്ടി ഉപേക്ഷിച്ച് പോയാൽ ആ നാണക്കേട് മറയ്ക്കാൻ വേറെ വഴിയില്ല എന്ന് നന്നായി അറിയാം. 10ാം ക്ലാസും ഗുസ്തിയുമല്ല തരൂരിന്റെ അറിവിന്റെ സമ്പത്ത്. അതുകൊണ്ട് തന്നെ പാർട്ടി വിട്ടാലും താൻ എഴുത്തും പുസ്തകങ്ങളുമായി ലോക പര്യടനം നടത്താൻ ഇറങ്ങുമെന്ന തരൂരിന്റെ വാക്കുകൾ കോൺഗ്രസിനേറ്റ ഇടിവെട്ടുപോലെയായി. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിനു പിന്നാലെ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചും തരൂർ രംഗത്തു വന്നു. പിന്നീട് പിണറായി, നരേന്ദ്രമോദി, നരേന്ദ്രമോദി, പിണറായി എന്നിങ്ങനെ നേതാക്കന്മാരെ ഇരുവരെയും മാറി മാറി പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത് കോൺഗ്രസുകാരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. പക്ഷേ ഒന്ന് തറപ്പിച്ചു നോക്കാൻ പോലും എല്ലാവർക്കും പേടി. ഇപ്പോൾ ആകെ നനഞ്ഞു എങ്കിൽ പിന്നെ കുളിച്ചു കയറാമെന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക്. പല നേതാക്കന്മാരും തമ്മിൽ തല്ലി കോൺഗ്രസിനെ ആകെ നാറ്റിച്ചു. ഇനി പിന്നെ തരൂരിനെ മാത്രമായിട്ട് സഹിച്ച് എന്തിന് കോൺഗ്രസ് പാർട്ടിയുടെ നാവിറങ്ങിപ്പോയി എന്നുള്ള ചീത്തപ്പേര് കൂടി കേൾക്കുന്നത് എന്നായി. അതിന്റെ ഭാഗമായിരിക്കണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തന്നെ പരോക്ഷമായി തരൂരിന് മറുപടി കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി മറ്റ് രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള സർവകക്ഷി സംഘത്തിന്റെ താക്കോൽ കൂട്ടം BJP കൊടുത്തത് തരൂരിനായിരുന്നു. അതോടെ തരൂർ BJP നേതാക്കന്മാരുടെ കയ്യും പിടിച്ച് മോദിയുടെ നടപടിക്ക് ലോകരാഷ്ട്രങ്ങളുടെ കയ്യടി നേടിക്കൊടുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തു. മോദിയെ നിന്ദിക്കുന്നവരെ തള്ളിയും തിരുത്തിയും തരൂർ BJP പ്രചാരകൻ എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതോടെ തരൂരിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോൺഗ്രസിന്റെ അണിയറയിൽ ഉയർന്നു കേട്ടു തുടങ്ങി. ഇപ്പോൾ അതിന്റെ വാലിൽ പിടിച്ചുകൊണ്ട് ശശി തരൂർ അടഞ്ഞ അധ്യായമെന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് ഉദിത് രാജ് പ്രസ്താവിച്ചു. ശശി തരൂരിനെതിരായ തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സ്നേഹമുള്ളത് കൊണ്ടാവാം ശശി തരൂർ പ്രശംസിച്ചതെന്നും ഉദിത് രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. തരൂരിന്റെ വാക്കുകൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഇല്ലയോ എന്നത് കേരള നേതാക്കൾ വ്യക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് പ്രധാനമന്ത്രി നൽകിയത് ശക്തമായ മറുപടി എന്ന പനാമയിലെ പ്രസംഗത്തിലെ പരാമർശം ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ച MPയുടെ നടപടിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. തുടർന്ന് തരൂർ പെരുമാറുന്നത് BJP വക്താവിനെ പോലെയാണെന്ന് ഉദിത് രാജ് വിമർശിക്കുകയും ഈ എക്സ്പോസ്റ്റ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ശശി തരൂർ സൂപ്പർ BJP വക്താവോ എന്നതായിരുന്നു ഉദിത് രാജിന്റെ പോസ്റ്റിലെ പരിഹാസം. 1965 പാകിസ്ഥാനിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇന്ത്യൻ സൈനികർ നിൽക്കുന്ന ചിത്രങ്ങൾ തരൂരിനെ ടാഗ് ചെയ്ത് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും പങ്കുവച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കാനുള്ള പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി പനാമയിലെത്തിയ ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഭീകരതയ്ക്ക് ഇന്ത്യ എന്ത് മറുപടി നൽകുമെന്ന് അതിലൂടെ വ്യക്തമായി എന്നും അഭിപ്രായപ്പെട്ടിരുന്നു.